ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ രേണുസുതി പെട്ടു ഗൈസ്. ഏറുന്ന താഴെ ഇറങ്ങാനുള്ള കഷ്ടപ്പാട് വലുതായിരിക്കും. എന്താ സംഭവം എന്നറിയില്ലേ? ഒരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട് മുമ്പത്തേര്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, നാലാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ആം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ്, കിഡിലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണി നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നമ്മളിതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം കേട്ടോ. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 കേട്ടോ. വീട് മാത്രമല്ല, നിങ്ങളെ തേടിയിരിക്കുന്നത് 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്നത് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ 5 ഒരു ഭാഗ്യശാലി. അപ്പൊ എന്തായാലും ഗൈസ്, ബൈ ബൈ. 500 രൂപ വീടാണ് ഗൈസ്. വേറെ എന്താ അവസ്ഥ അല്ലേ? പാണ്ടിക്കാട് കുഞ്ഞാൻ, ഖാദർ കരിപ്പടി, ഇവന്മാർ പെട്ടിറക്കണ ഒരവസ്ഥ ഓൾക്കറിയില്ല തോന്നുന്നു രേണുസുതിക്ക്. പാണ്ടിക്കാട് കുഞ്ഞാനൊന്നും ഇപ്പോഴും മോളിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതാണ് അവസ്ഥ. ഒന്നാമത്തെ കാര്യം, ഇത് ലക്കി ഡ്രോ ആണ്. നമുക്കറിയാവുന്ന ലക്കി ഡ്രോ ആണ്. ലക്കി ഡ്രോ എന്നത് കേരളത്തിൽ നിയമവിരുദ്ധമായ ഒരു സംഗതിയാണ്. നിയമവിധേയമല്ല സാധനം. ഇതിവിടെ ചെയ്യാൻ പറ്റൂല. ഇത് വൻ സീനായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സാധാരണ ഇത് കർണാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഒരുപാട് പണി വാങ്ങിയായിരുന്നു അല്ലേ? നമ്മൾ ആ ലക്കി ഡ്രോൻ്റെ നറുക്കെടുപ്പും പരിപാടികൾക്ക്. അത് 1000 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഇളവുണ്ട്. 500 രൂപ. 500 രൂപയ്ക്ക് ഫസ്റ്റ് പ്രൈസ് വീട്, സെക്കൻഡ് പ്രൈസ് എന്താ കാറ്, മൊത്തം 5 സമ്മാനങ്ങൾ അവിടെ കൊടുക്കുന്നത്. ഈ 500 രൂപയ്ക്ക് വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സംഭവമായിട്ട് ഇവർ വന്നത്. ഇപ്പോൾ രേണുസുതിയുടെ കൂടെ നടന്നിട്ട് പ്രതീഷിനും, ആ ചെക്കൻ്റെ പേരല്ലേ, പ്രതീഷിനും നല്ല വിസിബിലിറ്റി ഉണ്ട്. അതിലൊരു സംശയമില്ല. ഇവർ കുറേ വിവാദങ്ങളിൽ ഇതൊക്കെ ആയിട്ട് കുറേ പെട്ടിറക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി ആകുമ്പോഴേ ഇവർക്ക് ഇത്ര ബോധമില്ല. കുഞ്ഞു കുട്ടികളാണ്, തീരെ ബോധമില്ലേ? നമുക്കറിയാവുന്നതാണ്, ഇവിടെ ലോട്ടറി ഉണ്ടല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ലോട്ടറി ഉണ്ടല്ലോ, ഗവൺമെൻറ്റിന് മാത്രമാണ് ഈ സാധനം ചെയ്യാൻ പാടുള്ളൂ. ഇതിന് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ, നൂലാമലകളും സംഗതികളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു ഓഫീസിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന് വന്ന് ചുമ്മാ ഇവിടെ അങ്ങ് ചെയ്യാൻ പറ്റില്ലത്. അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പണിയാണ് ഇവർ ഇറന്ന് വാങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുമല്ല, സാധാരണ രീതിയിൽ ലക്കി ഡ്രോന് ഒരാൾക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ കടബാധ്യതയാണ്, ഇത്ര കോടി ഇതുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഇവരെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും വരിക. ഇവിടെ പിന്നെ ആ സാധനങ്ങളൊന്നും കാണാനില്ല. മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആരും വരുന്ന കാണാനില്ല. സഹതാപതരംഗം പിടിച്ചു പറ്റേണ്ട രീതിയിൽ അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അസുഖബാധിതരാണെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, എന്താണ് വണ്ടൂർ റോഡ് സൈഡാണെന്ന്. ഏത് റോഡ് സൈഡ്? വണ്ടൂരിൽ ഏത് വീട്? എന്താ അവസ്ഥ? ചെറുത് കഷ്ടമാണ്. ഇതിൽ വന്നുള്ള കമൻറ്റുകൾ നോക്കട്ടോ. അടുത്ത തട്ടിപ്പായിട്ട് ടീം ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത തട്ടിപ്പ്. അപ്പോൾ ഇതിനു മുമ്പ് തട്ടിപ്പുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുത്തുകൂടെ? നിങ്ങൾക്ക് തന്നെ എടുത്തുകൂടെ? ഇത് മറ്റേ ആളെ പോലെ ആകുമോ ബ്രോ? ഇപ്പോൾ പ്രതീക്ഷ ഇല്ല ബ്രോ, ഇത് നറുക്കെടുക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് നറുക്കെടുക്കുക ആഗസ്റ്റ് 15 അല്ലേ? കൂട്ടത്തോടെ വന്നത് തല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു.
അതാണ് പേടിയെന്ന്. അടുത്ത തട്ടിപ്പോയി ഇറങ്ങിക്കോ, റൂട്ട് മാറ്റി പിടിക്കാൻ തുടങ്ങി. ഉടായിപ്പല്ലേ, കാശുണ്ടാക്കാനുള്ള പരിപാടികൾ. ഒരു തട്ടിപ്പിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അപ്പോഴേക്കും അടുത്തതായി എത്തിയിരിക്കുകയാണ് ബ്രോ. ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നിയമവിരുദ്ധമാണ് ബ്രോ, ഇതിൽ പോയി ചാടരുത്. വല്ല പണിയെടുത്ത് ജീവിക്കുക. എന്താ അവർ പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഇതൊക്കെ തന്നെ അല്ലേ. രേണു ഈ പരിപാടി തുടങ്ങിയോ? 500 രൂപയ്ക്ക് വീട് പോകുന്നു. ഒന്ന് കഴിഞ്ഞ് തീർന്നേ ഉള്ളൂ. വെട്ടം വിളിച്ചപ്പോൾ ഒന്ന് തന്നെ. ആരും എടുക്കാതിരിക്കും, അതാണ് ഇതൊക്കെ നിർത്താനുള്ള ഏക മാർഗം. പക്ഷെ ഇത് എടുക്കാൻ ആൾക്കാരുണ്ട്. ജനങ്ങൾ ഇത് കണ്ട് പൈസ ഇട്ട് കൊടുക്കാൻ ഉള്ളിടത്തോളം കാലം ഇനിയും പാണ്ടിക്കാട് കുഞ്ഞാൻ, രേണു അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും. രേണുസുതി എന്തായാലും ഇതുവരെ പിടിച്ചു നിന്ന രീതിയിലുള്ള സംഗതിയാവും തോന്നണില്ല. ഇത് ആൾക്കാർ കയറ്റി വിൽക്കും. പുതിയ പണി സൂപ്പർ. ഉടായിപ്പാണ്, ആരും പെട്ടുപോകണ്ട. ഇല്ലെങ്കിൽ നറുക്കെടുപ്പ് ജനങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കണം. ഉടായിപ്പാണ്, ആരും പെട്ടുപോകരുത്. ബട്ട് അല്ലെങ്കിൽ മറ്റൊരു സാധനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പോലെ, അല്ലെങ്കിൽ നറുക്കെടുപ്പ് ജനങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കണം എന്ന്. ഇതിനെയും കൊടുക്കുന്നുണ്ടോയെന്ന്. നെക്സ്റ്റ് കുഞ്ഞാപ്പിലോടി അങ്ങനെ പറയരുത്, അത് ജെനുവിനാണെന്ന്. രഞ്ജിത്ത് കടലിമറ്റം. രേണു ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ. അയ്യോ, ഇതൊരു ടിക്കറ്റ് പോലും എടുക്കരുത്, വെറും ചതിക്കുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഇത്രയും ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയ ടിക്കറ്റ് എടുത്ത് ചതിയിൽ പെടരുത്. ഒരിക്കലും പുറത്തേക്ക് വീടോ വാഹനങ്ങളൊന്നും പോകില്ല. ഇതിങ്ങനെ പറയാൻ കാരണം മറ്റേ രാസറിൻ്റെ കാര്യം അറിയുന്നതാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ ഗായസ് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തില്ലേ, അതിൽ പാണ്ടിക്കാട് കുഞ്ഞാനെ ഒന്ന് നറുക്കെടുത്ത്. ഇതിപ്പോൾ ടിക്കറ്റ് എടുത്ത ആളുകൾ നറുക്കെടുക്കുന്ന പറയണത്. ഒന്നാമതായി ഇങ്ങനെ നടത്താൻ നമ്മുടെ നിയമം ഇത് അനുവദിക്കില്ല, നിയമവിരുദ്ധമാണ്. അടുത്ത കുഞ്ഞാൻ പാണ്ടിക്കാട് ഒരിക്കലും ക്യാഷാണ് മെയിൻ ടാർഗറ്റ്, ഉറപ്പാണ്, സംശയമില്ല. സുന അടുത്ത പരിപാടി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഇതിനൊക്കെ ആരാ പരസ്യത്തിനകത്ത് വെച്ചേക്കുന്നത്? അയ്യോ, അങ്ങനെ പറയരുത്. എന്തായാലും വരണോർത്ത് വെച്ച് കാണാം ഇതെന്തൊക്കെയാവോ സംഭവം അല്ലേ. അടുത്ത് നിൽക്കുന്നവൾക്ക് വീടില്ല എന്നല്ലേ പറയുന്നത്, അവൾക്ക് വാങ്ങിക്കൊടുക്ക്. എനിക്കൊക്കെ എത്ര പ്രാവശ്യം ഓഫർ കിട്ടി. എനിക്ക് തുടങ്ങിയ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. എന്ത് മലപ്പുറം കുഞ്ഞാനെയും കൂട്ടിക്കോ, ഫുൾ ടിക്കറ്റ് നിങ്ങൾ 2 പേരും കൂടെ എടുത്താൽ അപ്പോൾ പ്രൈസ് മൊത്തം കിട്ടും. അതൊരു ഇതാണല്ലോ അല്ലേ. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും, 20,000 ടിക്കറ്റ് പോകണമെന്ന് എന്തെങ്കിലുമൊക്കെ. കൂപ്പൺ എങ്ങനെ എടുക്കും? 5 എണ്ണം കിട്ടുമോ? അതാ സുനിൽ റോസ്. നറുക്കെടുപ്പിന് കുഞ്ഞൻ പാണ്ടിക്കാട്, ഇവനെ വിളിക്കാമെന്ന്. ദയവ് ചെയ്ത് പാവങ്ങളെ പറ്റിക്കല്ലേ മാഷേ. 500 രൂപ എന്ന് പറഞ്ഞാൽ അല്ലേ, സാധാരണ രീതിയിൽ ഒരു പാവങ്ങളുടെ മിനിമം ഒരു ഉച്ച വരെയെങ്കിലും പണിയെടുക്കണ്ടേ 500 രൂപ കിട്ടാൻ. സാധാരണ രീതിയിൽ സാധാരണക്കാരെന്താ പറയുക, പലരും ഇപ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തവർ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച ആളുകൾ, അവർ ഇതെങ്ങാനും നമുക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. ഇങ്ങനെ ആളുകൾ എടുക്കാനുള്ളിടത്തോളം കാലം മാതിരി പരിപാടിയായിട്ട് ആൾക്കാർ വരും. പിന്നെ വേറെ കണ്ടിട്ട് ലോട്ടറി 5ഉം 10ഉം ടിക്കറ്റുകൾ എടുക്കുന്ന ടീംസിനെ എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഇതെടുക്കാൻ സാധ്യതയുണ്ട്. പറയുമ്പോൾ 5 പ്രൈസുകൾ ഇവിടെ ഉള്ളത് അല്ലേ, 5 പ്രൈസുകളുള്ളത്. എന്നാലും ഫസ്റ്റ് പ്രൈസ് വീടല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇത് എടുക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും. പിന്നെ രേണുസുതി ഇപ്പോൾ കുടുംബങ്ങളിൽ ഇപ്പോൾ 2 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ. രേണുസുതിക്ക് എതിരെ നിൽക്കുന്ന ടീംസും രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസും. ഈ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഒരു പക്ഷേ ഇപ്പോൾ ഫാമിലിയിലൊക്കെ നല്ല രേണുസുതിക്ക്, അതായത് ഒരു വിധവ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഫാമിലിയിലെ ആൾക്കാർ ഒരു പക്ഷേ എടുക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും രേണുസുതിക്ക് ഇതിൽ എത്ര രൂപ കിട്ടുന്നു എന്നത് കാര്യമായി ആളുകൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. രേണുസുതിയുടെ കയ്യിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ രേണുസുതി ആൽബം, ഷോർട്ട് ഫിലിംസ് ഇതൊക്കെ അഭിനയിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന, കുട്ടികളെ നോക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ നമുക്ക് വഴിയെ കാണാം ഗൈസ്, അത്രയേ ഉള്ളൂ.